നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. UAE ഭരണാധികാരികൾ റംസാൻ ആശംസകൾ നേർന്നു. വ്രതമാസത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷം UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ എല്ലാവർക്കും അനുഗ്രഹീതമായ റംസാൻ ആശംസിച്ചു. UAEയിൽ ചന്ദ്രക്കല കണ്ടതിനാൽ ഇന്നാണ് റംസാൻ ആരംഭം. ഖാലിദ് ലഗൂണിനെ അറേബ്യൻ ഗൾഫുമായി ബന്ധിപ്പിക്കാൻ അൽ ലയ്യ കനാൽ. ഷാർജ അൽ ഖാലിദയിലെ അൽ ലയ്യ കനാൽ പദ്ധതി UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി ഉദ്ഘാടനം ചെയ്തു. ഷെയ്ഖ് ഹംദാൻ ബിൻ സയ്യിദിന് ആദരം. ഷൈഖ ഫാത്തിമ പ്രോഗ്രാം ഫോർ എക്സലൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇന്റലിജൻസിന്റെ 7ാം പതിപ്പിൽ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ബഹുമതി നൽകിയത്. പതിറ്റാണ്ടുകളായി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാൻ സാമൂഹിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ മികച്ച സംഭാവനകൾ നൽകി വരുന്നതായി UAE പ്രസിഡന്റ് പറഞ്ഞു. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തിനായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രസിഡന്റ് പ്രശംസിച്ചു. ഷാർജയിൽ 10 ഇടങ്ങളിൽ ഇഫ്താർ പീരങ്കികൾ. റംസാനിലെ ഇഫ്താർ സമയം അറിയിക്കുന്നതിന് ഷാർജയിലെ 10 സ്ഥലങ്ങളിൽ പോലീസ് ഇഫ്താർ പീരങ്കികൾ സ്ഥാപിച്ചു. അൽ മജാസ് വാട്ടർ ഫ്രണ്ട്, മുബൈല സബർബ് കൗൺസിൽ, അൽ സിയോഗ് സബർബ് കൗൺസിൽ, അൽ റഹ്മാനിയ സബർബ് കൗൺസിൽ, അൽ ഹംറിയ സബർബ് കൗൺസിൽ, അൽ ദൈദ് ഫോർട്ട്, അൽ നഈം മസ്ജിദ്, ക്ലോക്ക് ടവർ, അൽ ഹാഫിയ ലേക്ക്, ഖുർഫക്കാൻ ആംഫി തിയേറ്റർ എന്നിവിടങ്ങളിലാണ് പീരങ്കികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ദുബായ് പോലീസിന്റെ റംസാൻ ഗെയിംസ് ഇന്നു മുതൽ. റംസാൻ ഗെയിംസിന്റെ പുതിയ പതിപ്പ് ശനിയാഴ്ച മുതൽ 22 വരെ നടക്കുമെന്ന് ദുബായ് പോലീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുജനങ്ങൾ, ദുബായ് പോലീസ് അക്കാദമി വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, ദുബായ് പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് ഇന്നവേഷൻ ആൻഡ് ഇന്റർനാഷണൽ ലീഡർഷിപ്പ് ഡിപ്ലോമയിൽ പങ്കെടുക്കുന്നവർ, ദുബായ് പോലീസിൽ നിന്ന് വിരമിച്ചവർ, ദുബായ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾ, നിശ്ചയദാർഢ്യമുള്ളവർ എന്നിങ്ങനെ 8 വിഭാഗങ്ങളാണ് മത്സരത്തിലുള്ളത്. അബുദാബിയിൽ 33 പുതിയ പാർക്കുകൾ തുറന്നു. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ താമസക്കാർക്ക് മികച്ച വിനോദ ഫിറ്റ്നസ് സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ 33 പുതിയ പാർക്കുകൾ തുറന്നതായി മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം സാമൂഹിക ഐക്യം വളർത്താനുമാണ് DMT ലക്ഷ്യമിടുന്നത്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 15-കാരൻ മരിച്ചു. സഹപാഠികളുടെ ക്രൂരതയിൽ പൊലിഞ്ഞത് 15-കാരന്റെ ജീവൻ. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന ഷഹബാസ് ഇനി ഓർമ്മകളിൽ മാത്രം. കലൂർ പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ. കലൂർ പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സഹായമെത്രാൻ ഫാദർ ആന്റണി വാലുങ്കൽ നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ JJ കുറ്റിക്കാട്ട്, ജോർജ് പൊറ്റക്കുഴി, നടി ശാലു കുര്യൻ, ഹെഡ്മിസ്ട്രസ് ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. UAE കഴിഞ്ഞ വർഷം മലയാളം ഉൾപ്പെടെ 149 തിരക്കഥകൾക്ക് അംഗീകാരം നൽകി. 2024 മാധ്യമ മേഖലയുടെ പ്രകടനം UAE നാഷണൽ മീഡിയ കൗൺസിൽ അവലോകനം ചെയ്തു. കഴിഞ്ഞ വർഷം 9000-ലേറെ മീഡിയ ലൈസൻസുകൾ, 244 ചിത്രീകരണ അനുമതികൾ, 149 തിരക്കഥ അംഗീകാരങ്ങൾ, 4429 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പറുകൾ എന്നിവ നൽകി. പോകാം നമുക്കിനി സ്പോർട്സ് വാർത്തകളിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. ഇതോടെ ഓസ്ട്രേലിയ സെമിയിൽ കടന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ FCയെ നേരിടും. ISL ഒഡീഷ FC മുഹമ്മദൻ FC മത്സരം സമനിലയിൽ. ഈ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajmal.